വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ മരിച്ച അഫ്സാൻ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സ്കൂളിൽ നിന്നെത്തിയപ്പോൾ അഫ്സാൻ കുഴിമന്തി വാങ്ങാനായി എത്തുകയായിരുന്നു. അഫ്ഫാനാണ് കുഴിമന്തി വാങ്ങാനായി ഓട്ടോയിൽ കയറ്റിവിട്ടത്. വി വിനോദ് ചേർന്ന് വിവരങ്ങളുമായി. വിനോദ്, അതായത് ഈ സമയം മറ്റൊരു കൊലപാതകത്തിന്റെ ആസൂത്രണം നടത്തുകയായിരുന്നു അവിടെ അഫ്ഫാൻ. വി വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ഈ സമയം മറ്റൊരു കൊലപാതകത്തിനുള്ള ശ്രമത്തിലായിരുന്നു അഫ്ഫാൻ അവിടെ. എൽദോ, ഈ കൊല്ലപ്പെടും മുൻപ്, നിമിഷങ്ങൾക്ക് മുൻപ് അഫ്സാൻ ഭക്ഷണം വാങ്ങാൻ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 14 വയസ്സുകാരൻ ആ കുട്ടി ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി ഈ കടയിലേക്ക് വരുന്നു. നമ്മൾ ഇതുവരെ കേട്ട സംഭവം ഇങ്ങനെ ഈ ഭക്ഷണം വാങ്ങാൻ വിടുകയും ആ ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകൾ. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഭക്ഷണം വാങ്ങാൻ വിട്ടു എന്നല്ല നമുക്ക് ഈ ദൃശ്യങ്ങളും അതിന്റെ ഒരു സമയവും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അഫ്സാനെ ഇങ്ങനെ ഈ കടയിലേക്ക് അയക്കുകയും ഓട്ടോയിൽ കയറ്റി, സ്കൂളിൽ നിന്ന് എത്തിയ കുട്ടിയെ ഓട്ടോയിൽ കയറ്റി ഈ ഹോട്ടലിലേക്ക് അയക്കുകയും അവിടെ നിന്ന് പാഴ്സലുമായി ഈ കുട്ടി തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണ്. ആ റൂമിൽ ഈ കുഴിമന്തി വാങ്ങിയ ഭക്ഷണം ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. അതായത് ആ കുഞ്ഞിന് അത് കഴിക്കാൻ വേണ്ടി അല്ല ഈ പ്രതി ഈ കുട്ടിയെ, ഇളയ സഹോദരനെ ഇങ്ങനെ ഹോട്ടലിലേക്ക് അയച്ചത് എന്ന് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, എന്തിനീ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റി എന്നതുകൂടി ഇവിടെ പ്രസക്തമാവുകയാണ്. കാമുകിയെ അതിനു മുൻപ് തന്നെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. കാമുകിയെ മുകൾ നിലയിൽ വെച്ച് ചുറ്റിക കൊണ്ട് മുഖത്തടിച്ച് വികൃതമാക്കി, മുഖം പൂർണ്ണമായും വികൃതമാക്കിയാണ് കൊലപ്പെടുത്തിയത്. ഈ സമയത്ത് ഈ പ്രതിയുടെ അഫാന്റെ ഉമ്മ, ഈ കുറ്റവാളിയുടെ ഉമ്മ തൊട്ടടുത്ത മുറിയിൽ അബോധാവസ്ഥയിലായിരുന്നു. അവര് നേരത്തെ തന്നെ തല ചുമരിലിടിച്ച് അവർക്ക് പരിക്കേൽപ്പിച്ച് ഇട്ട ശേഷം ആ മുറി പൂട്ടിയ ശേഷമാണ് ഈ ബാക്കിയുള്ള 2 ഇടങ്ങളിലെ കൊലപാതകം നടത്താനായി പോയത്. അതായത് അമ്മൂമ്മയെയും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വീട്ടിലെത്തിയ പ്രതിയാണ് ഈ സ്കൂളിൽ നിന്നെത്തിയ അനുജനെ ഹോട്ടലിലേക്ക് ഭക്ഷണം വാങ്ങാൻ വിടുന്നത്. ആ സമയത്തിന്റെ ഇടവേളയിൽ കാമുകിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. ഈ ഭക്ഷണം വാങ്ങി വരുന്ന കുഞ്ഞിനെ വീടിനുള്ളിൽ കയറുമ്പോൾ വീണ്ടും തല തല്ലിപ്പൊളിച്ച് കൊലപ്പെടുത്തുന്നു. ഏറ്റവും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി. അതിന്റെ ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കടന്നു പോകുന്നത്. ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം. ഓരോ ഘട്ടത്തിലും ആളുകളുമായി ഇടപെടുകയും ഓരോ സ്ഥലത്ത് പോയി കൊല നടത്തുകയും ചെയ്ത പ്രതിയുടെ ഒരു രീതി, അതിന്റെ ഇടയ്ക്കുള്ള ഒരു നിമിഷങ്ങളിലെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ പുറത്ത് വിടുന്നത്. റൈറ്റ് വിനോദ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയതാണെങ്കിലും മരണത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് അഫ്സാന്റേത്. കാണുന്ന കുഴിമന്തി കടയിലെത്തിയതാണ് ആ പാവം കുരുന്ന്.